ഞാൻ ജിനീഷ് ശാന്തി യോഗ. കഴിഞ്ഞ നമ്മളുടെ യൂട്യൂബ് ചാനലുകളും അതുപോലെ ഈ ലോക്ക്ഡൗൺ ആയ സമയത്ത് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളും വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു. ഇപ്പൊ ഏകദേശം 112 ദിവസത്തോളമായി നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഇപ്പൊ യൂട്യൂബ് ചാനലിലെ ഒത്തിരി പേര് അതിന്റെ പരിശീലന മുറ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, യോഗ വീട്ടിൽ നിന്ന് പരിശീലിക്കുവാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ തിട്ടപ്പെടുത്തി അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു. ഒരു നല്ല റിസൾട്ട് എല്ലാവർക്കും കിട്ടി എന്ന് അറിഞ്ഞാൽ വളരെയധികം ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഇരിക്കാൻ പറ്റാത്ത ആളുകൾ, യോഗ ചെയ്യുമ്പോൾ നിലത്തിരിക്കാൻ പറ്റാത്ത ആളുകൾ, അവർക്ക് വേണ്ടി ഞാനൊരു ചെയർ പോസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ചെയറിലിരുന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട്, പ്രത്യേകിച്ചും ആക്സിഡന്റ് ഒക്കെ പറ്റിയിരിക്കുന്ന ആളുകളുണ്ടാവും, പ്രായാധിക്യമുള്ള ആളുകളുണ്ടാവും, പലതരത്തിലുള്ള ഇഷ്യൂസ്. അവരൊക്കെ എന്നോട് പറഞ്ഞു, ഇരുന്നിട്ട് ചെയ്യാൻ എന്താണ് മാഷെ നമുക്ക് എളുപ്പം. അപ്പൊ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 3 സെക്ഷനായിട്ട് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഇന്ന് അയച്ചു തരാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് ഒരു 1 വീക്ക് പരിശീലനം തുടങ്ങിയിട്ട് ഞാൻ സെക്കൻഡ് പാർട്ട് അയച്ചു തരാം. അപ്പൊ നമുക്ക് നോക്കാം. 3ാമത്തെ പാർട്ട് ചെയർ സൂര്യ നമസ്കാരം കൂടിയാണ്. പിന്നെ യോഗയെ കുറിച്ച് നമ്മളെല്ലാം ചാനലും കൃത്യമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യോഗ പരിശീലനം നല്ല ഒരു ആചാര്യന്റെ കീഴിൽ ഭംഗിയായി, സർട്ടിഫൈഡ് യോഗ ടീച്ചർ ഒത്തിരി പേര് നല്ല ഭംഗിയായിട്ട് നല്ല ആചാര്യന്മാരടുത്ത് നിങ്ങൾ പോയി പരിശീലിക്കുവാൻ സാധിച്ചാൽ പൂർണ്ണ സംതൃപ്തിയോടുകൂടി അതിന്റെ മൂലച്ചിരി വരാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ആദ്യമായി നമ്മൾ പരിശീലനം തുടങ്ങാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, നിവർന്നിരിക്കുക. കസാരയിൽ ഇരിക്കുകയാണെങ്കിൽ ചെയറിലിരിക്കുന്ന സമയത്ത് കൈകൾ മുന്നോട്ട് വെച്ച് ശരീരം പൂർണ്ണമായും നിവർന്നിരിക്കട്ടെ. എന്നിട്ട് നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അല്പസമയം പ്രയറിലേക്ക് നമ്മൾ പോവാം. ഒരു ഫ്യൂ സെക്കൻഡ്സ് നിങ്ങൾ കണ്ണടച്ച് കൈകൾ നിങ്ങളുടെ ഹാർട്ട് സെന്ററിൽ ഇരിക്കുന്നു. നിങ്ങളുടെ സാധാരണ ശ്വാസോച്ഛ്വാസം പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കുന്നു. ഇൻഹലേഷൻ, എക്സലേഷൻ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അതിനുശേഷം കൈകൾ പൂർണ്ണമായി താഴെ കറക്റ്റ് ലെവലിൽ 2 മുട്ടിന്റെ ലെവലിൽ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കാൻ പ്രയാസമുള്ളവർ കൈകൾ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഇവിടെ ഹാൻഡിന്റെ മുകളിൽ ബോഡി സ്ട്രെയിറ്റ് ചെയ്ത് നിർത്താം. എന്നിട്ട് പതിയെ നമ്മൾ നെക്ക് നോക്കുക. ഇടത് വശത്തേക്ക് എക്സേൽ ചെയ്യുന്നു. വീണ്ടും നമ്മൾ മുന്നോട്ട് വന്ന് ദീർഘമായി ശ്വാസം എടുക്കുമെങ്കിൽ ബ്രീത്ത് ഇൻഹേൽ, എക്സേൽ, ബ്രീത്ത് ഇൻ, എക്സേൽ. അതിനുശേഷം നമ്മളെ നെക്ക് നോക്കുക. പതിയെ സീലിംഗിലോട്ട് നോക്കുന്നു. വളരെ സാവകാശം, പൂർണ്ണ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഈ പരിശീലനം ഏർപ്പെടാൻ. കൃത്യമായിട്ടൊരു സമയം കണ്ടെത്തി നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യുക. ശ്വാസം എടുത്ത് പതിയെ തല ഉയർത്തുന്നു. ശ്വാസം നോക്കുക. പതിയെ ശ്വാസം അയച്ചുകൊണ്ട് ചിൻ ഡൗൺ ചെയ്യാം. റിലാക്സ്. പതിയെ ഇടത് വശം നെക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുക. പതിയെ സ്ലോലി റിലാക്സ്. അതിനുശേഷം കൈകൾ 2 തോളുകളിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ട് പതിയെ ഷോൾഡർ നോക്കുക. റിലാക്സ്. എക്സേൽ. 1 2 എക്സേൽ. ഇനി കൈ ഇന്റർലോക്ക് ചെയ്ത് പിടിക്കുക. ശ്വാസം പൂർണ്ണമായിട്ട് എടുത്തിട്ട് കൈകൾ ആംസ് അപ്പ് നോക്കാം. ഫേസ് അപ്പ് നോക്കാം. ഫേസ് അപ്പ് ചെയ്തിരിക്കട്ടെ. ഈ 2 കൈയും പരമാവധി മേൽപോട്ട് ഉയർത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് നെക്ക് അപ്പ് നോക്കാം. ഇനി പതിയെ ശ്വാസം അയച്ച് കൈകൾ താഴേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ ഒരു 4 5 തവണ പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ സെക്ഷൻ കഴിഞ്ഞാലും നല്ല ഒരു വിശ്രമം കൊടുക്കുക. സാധാരണ ഒരു ശ്വാസോച്ഛ്വാസം ചെയ്തിട്ട് സാവകാശം ഇൻഹേലും എക്സേലും ചെയ്ത് കണ്ണൊക്കെ അടച്ച് വേണമെന്ന് ഫ്രീ ആയിട്ട് വിശ്രമിച്ചിട്ട് അടുത്തത് ആരംഭിക്കാം. ഓരോ സെക്ഷനും ധൃതി പിടിച്ച് പോകണ്ട. ഇപ്പൊ ഒരു ചാനലിൽ കൊടുക്കുമ്പോൾ ഞങ്ങളത് കുറച്ച് അതിന്റെ സമയദൈർഘ്യം വെച്ചിട്ട് കാര്യങ്ങളൊന്ന് മുഴുമിപ്പിക്കുന്നു. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, 10 മിനിറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഒരു 45 മിനിറ്റ്സ് സമയം എടുത്താൽ അത്രയും നല്ല റിസൾട്ട് ഉണ്ടാവും.
അടുത്ത സെക്ഷൻ നമ്മൾ പോവുക. നോക്കാം, ഇടത് കൈ എടുക്കുക, വലത് മുട്ടിന്റെ മുകളിൽ വെക്കാം, അല്ലെങ്കിൽ ചെയറിന്റെ ഇവിടെ വെക്കാം. നിങ്ങൾക്ക് പരമാവധി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വലത്തോട്ട് നോക്കുന്നു, വലത് കൈ നിർത്തി വെക്കുക, മാക്സിമം സ്ട്രെച്ച് ഔട്ട് ചെയ്യുക. ഷോൾഡർ ലെവലിൽ നിൽക്കട്ടെ. ഇനി ഇവിടുന്ന് ദീർഘമായി ശ്വാസം എടുക്കൂ. ഇനി പതുക്കെ നമ്മൾ ശ്വാസം വെളിയിലേക്ക് എക്സൈലിലേക്ക് പോവാ. റിലാക്സ്. വീണ്ടും വലത് കൈ ഇടത് മുട്ടിന്റെ മുകളിൽ വെക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ചെയർ ഹാൻഡിലിന്റെ മുകളിൽ വെക്കാം. ശ്വാസം നോക്കുക, കൈകൾ ഇടത് കൈ നിർത്തി വെച്ചു. ഡീപ് ബ്രീത്ത്, ഇൻഹേൽ. നല്ല ബ്രീത്ത് എടുത്തു. കൈ വേണ്ടോ ഇവിടെ ടച്ച് ചെയ്യുന്നു, ഷോൾഡർ ഇവിടെ ടച്ച് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ അപ്പ് ചെയ്ത് നോക്കുക, എന്റെ കൈ നിവർന്നിരിക്കുന്നു ഒന്ന് വാച്ച് ചെയ്യുക. വളരെ സാവകാശം എക്സേൽ. കണ്ടോ, ഓവർ സ്ട്രെയിൻ കൊടുക്കേ വേണ്ട, വളരെ നമുക്ക് എത്ര ലിറ്റിൽ, വളരെ സാവകാശം. വെരി സിമ്പിൾ സിമ്പിൾ. കണ്ടോ, റിലാക്സ്. ഇതൊരു രണ്ട് സൈഡും ഒരു 6 പ്രാവശ്യം ബ്രീത്ത് എടുത്ത് ബ്രീത്ത് എക്സേൽ ചെയ്ത് ചെയ്യാം. പിന്നെ കൈ ഒന്ന് നേർത്തി വെച്ച് ഇന്റർലോക്ക് ചെയ്തു. ശ്രദ്ധിക്കാം, നല്ലോണം വീണ്ടും ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട്, മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ട് കൈ നേർത്തി വയ്ക്കുക. കൈയിന്റെ പാം കണ്ടോ, 1 2 1 2. ഇനി ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് എൽബോ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് 3 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്യുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, വലത് കൈ പാം 1 2. ഈ ഭാഗത്തേക്കൊക്കെ നല്ല സ്ട്രെച്ചിങ് മസാജ് കിട്ടണം. അതാണ് നമുക്ക് 1 2 3 1 2 3. നല്ല ഫ്രീ ആക്കാം, ഷോൾഡർ ഫ്രീ ആക്കാം. വേണം പിന്നെ നമുക്ക് കൈ നിവർത്തി വെച്ചിട്ട് എൽബോ, ചിലർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, നിർബന്ധമില്ല. പതുക്കെ ഒന്ന് നല്ല ഫ്രീ ആയിട്ട് ശ്വാസം എടുത്തിട്ട് എൽബോ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. അവകാശം നോക്കാം. ഇൻഹേൽ അപ്പ്, എക്സേൽ, ഇൻഹേൽ അപ്പ്, എക്സേൽ. പിന്നെ നമുക്ക് കാൽ വിരലിലേക്ക് നോക്കാം. കാലിൽ എല്ലാ വിരലും നിങ്ങളൊരു 5 മിനിറ്റെങ്കിലും മടക്കി പിടിക്കാം. മടക്കി വിടുക, നല്ലോണം മടക്കി വിടുക. ഇനി കാല് നിവർത്തി വെച്ചിട്ട് തൈസ് ഒന്ന് ക്യാച്ച് ചെയ്തിട്ട് പതുക്കെ കണ്ടോ, പതുക്കെ കാല് ചേഞ്ച് ചെയ്യാം. എക്സേൽ, ഇൻഹേൽ. ഇനി ഈ ഭാഗം മുട്ട ഒന്ന് മസാജിങ് കൊടുക്കുക, നല്ലൊരു മസാജിങ് കൊടുക്കുക. ഇപ്പൊ ഇടുപ്പിന് ഇവിടെ ചെറിയ ഈ ഭാഗത്ത് പിടുത്തുണ്ടെങ്കിൽ നല്ല വിശ്രമിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പതിയെ കാലുകൾ ഫ്രീ ആയിട്ട്. ഓക്കെ കണ്ടോ, കാല് ഹോൾഡിങ് ചെയ്ത് വിടുന്നത് ഫ്രീ ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹാപ്പി യോഗ.